ഹായ് ഹലോ നമസ്തേ. കഫ്ലസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കനാലിൽ നിന്നാണ് എടുക്കുന്നത്. മനസ്സിലാക്കണമല്ലോ നമ്മുടെ അഭിലാഷ് പ്ലാവടിയിൽ എന്ന് പറയുന്ന രണ്ട് ബ്രദേഴ്സ്, സഹോദരൻ. പക്ഷെ സ്വന്തം അനിയനല്ല, കസിൻ എന്നാണ്. എടാ ഇത് ഇവരിപ്പോഴല്ലേ റീച്ച് ആയത്. ഇതിനു മുമ്പ് ഞാൻ നിനക്ക് വീഡിയോ കാണിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് ഇത്ര ഫോളോവേഴ്സ് ഒന്നും അന്ന് ഇല്ല. ഫോളോവേഴ്സ് വളരെ കുറവാണ്. അത് അന്ന് നമ്മള് മറ്റേ ഇവരെ ബർത്ത്ഡേ സെലിബ്രേഷൻ ശരിക്കും ഇവര് ഞാൻ ചുമ്മാ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് ഫേസ്ബുക്കിലാണ് ഞാൻ ആദ്യം കണ്ടത്, അഭിലാഷ് പ്ലാവടി. അത് ഇവന്മാർ ആദ്യം ഫേസ്ബുക്കിലാണ് തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പം എനിക്കത് പറയാനുള്ളത് അതാണ്. ഇപ്പോഴും നമ്മളെ ഈ ഫേസ്ബുക്കിലാണ് 90s വസന്തങ്ങൾ ഉണ്ടെന്ന് പറയണെങ്കിലും പലരുടെ തുടക്കം ഫേസ്ബുക്കിൽ നിന്നാണ്, പിന്നെ ഇൻസ്റ്റയിലൊക്കെ വരല. ഫേസ്ബുക്കിൽ ഇപ്പോഴും ഇഷ്ടം പോലെ പയ്യന്മാരുണ്ട്. തീർച്ചയായിട്ടും അവിടെ നിന്ന് ഞാൻ ഫേസ്ബുക്ക് അല്ല നോക്കണം പൊതുവേ. അത് മിക്കവരും അങ്ങനെ ആയിരിക്കും. എന്റെ ഫേസ്ബുക്ക് തുടങ്ങിയവർക്ക് പിന്നീട് മാറാൻ ഇൻസ്റ്റയിലോട്ട് പറ്റൂലോ. അതല്ല നമ്മളെ വിഷയം. അതല്ല, ഞാൻ അങ്ങനെ ഫേസ്ബുക്ക് നോക്കിയപ്പോഴത്തേക്കാണ് അവരെ കണ്ടത്. അന്ന് ഒരു 5-6 മാസമായി കാണും. അഭിലാഷ് പ്ലാവടി. ഞാൻ അങ്ങനെ ഇൻസ്റ്റയിൽ അവരെ ഒന്ന് നോക്കിയപ്പോഴേക്ക് ഇതിനകത്തുണ്ട്. ഞാൻ അങ്ങനെ അവനെ കാണിച്ചു കൊടുത്തു. കാരണം എന്റെ പയ്യന്മാര് ഇങ്ങനെ പാട്ടൊക്കെ കൊട്ടും ബർത്ത്ഡേ വിഷസ്. അങ്ങനെ ഇപ്പൊ അവരെ റീച്ച് ആയിരിക്കും. ഇപ്പൊ നമ്മളെന്താണ് ചാനലിൽ വന്നത്? ഏത് 24 വന്നു, പിന്നെ വെറൈറ്റി മീഡിയ ഇതെല്ലാം അവരെന്താണ് തേടി ഇപ്പൊ സെലിബ്രിറ്റി ആയ പോലെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നടത്തി അവരെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവര് അന്ന് കണ്ടപ്പോഴും ഭയങ്കര നെഗറ്റീവ് കമന്റുകളും എല്ലാം വന്നു. നിങ്ങൾക്ക് മണിക്ക് വെക്കൂടി അങ്ങനെയൊക്കെ എന്താണ് ചെയ്തത് അങ്ങനെ ചോദിച്ചോണ്ട്. ഇപ്പൊ അവരുടെ ഉള്ളിലെ നന്മ കാണുമ്പോ നമുക്ക് അതിലെ വീഡിയോ കണ്ടു. സംഭവം ഭയങ്കര നിഷ്കളങ്കരം എന്ന് വെച്ചാൽ ഇതാണ് പുറം ലോകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലല്ല അവര് പല കാര്യങ്ങളും അതിനെ നോക്കി. ഇപ്പം നമ്മൾ ഇങ്ങനെ ചെയ്താൽ അവരെന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും ഒരു ചിന്ത അവർക്കില്ല. അവർക്ക് അതാണ് അവരുടെ കനാലിലെ വെള്ളം, ക്രീം ബണ്ണ്, പപ്സ്. ഇപ്പൊ തന്നെ രണ്ടുപേരും മറ്റേ ഉടുപ്പില്ല ഒരു കളയുടെ കനാലിൽ പോയിരിക്കും. നമ്മളാണെങ്കിൽ അങ്ങനെ ചെന്ന് വീഡിയോ എടുക്കില്ല. അങ്ങനെ അവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്താണ് കുഴപ്പം? ഇപ്പൊ ഇന്നത്തെ കാലത്ത് തന്നെ ഈ എന്താണ് ഇപ്പം നമ്മൾ ഒരുപാട് ഇതൊക്കെ വരുമ്പോഴും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തി എവിടെയൊക്കെ മറന്നു പോകണം. പക്ഷെ ഇവരെയൊക്കെ കാണുമ്പോഴാണ് നമുക്കത് ആലോചിക്കണത്. ഇപ്പൊ ഇവർക്ക് കനാലിൽ നിന്ന് ക്രീം ബണ്ണ് കഴിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അന്നത്തെ ദിവസത്തിൽ ഒരു വലിയ സന്തോഷം. അപ്പൊ നമ്മൾ എവിടേക്കോ അതൊക്കെ മറന്നുപോയി. അതാണ്. പിന്നെ ബർത്ത്ഡേ വിഷസിന് വേണ്ടിയിട്ട് ഓരോരുത്തരിങ്ങനെ ഇത് കൊടുക്കും, അങ്ങനെ അതിനുള്ള ടിപ്സും കൊടുക്കും അമ്മമാർക്ക്. ഒരു ചെണ്ട കൊട്ടി നല്ല വൈബാണ്. നമുക്ക് കണ്ടോണ്ടിരിക്കുമ്പോ ഒരു ഉള്ളിൽ എവിടെയൊക്കെ ഒരു നന്മ തോന്നും. കനാല്, ക്രീം ബണ്ണ്, വൈകുന്നേരം ഈ കനാലില് വെള്ളം വന്നു. ഇവൻ ഇളയ പയ്യൻ ഇവനാണെങ്കിൽ കോളേജിൽ എന്തോന്ന് പഠിക്കണം. അങ്ങനെ അന്നത്തെ ഒരു വീഡിയോയിൽ സൈക്കിളിലൊക്കെ പോകുന്ന വീഡിയോ ഉണ്ട്. ഞാൻ കോളേജിൽ പോയിട്ട് വരുമ്പോ ചേട്ടന് ക്രീം ബണ്ണ് വാങ്ങിച്ചോണ്ട് വരും. അപ്പൊ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി ഹലോ അനിയൻ കോളേജിൽ നിന്ന് അനിയൻ കോളേജിൽ പോകുന്ന വീഡിയോ ആണെന്ന് പറയുന്നത്. എന്നിട്ട് കോളേജിൽ വന്നിട്ട് നീ ഒന്നും വാങ്ങിച്ചില്ല. അപ്പൊ ക്രീം ബണ്ണാണ് രണ്ടുപേരെ ഫേവറേറ്റ് ഐറ്റം. ക്രീം ബണ്ണും കട്ടൻ ചായ, പപ്സ്, കനാലിലെ വെള്ളം, ഒരുപാട്. എന്തുകൊണ്ട് അവരെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ട ആൾക്കാരാണ്. നമ്മൾ ഈ പറഞ്ഞ കണക്ക് എന്താണ് ഒരുപാട് എന്റർടൈൻമെന്റ് ഫീൽഡിൽ പല ഇതിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത് നമ്മൾ എവിടെയൊക്കെ മറന്നുകൊണ്ട് തന്നെ ഇവര് നമ്മൾ ആ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കണം. നമുക്കിപ്പോ ഒരു TV തുറന്നാൽ തന്നെ കേൾക്കുന്ന ഫുള്ള് നെഗറ്റീവുകൾ. അവിടെ വെട്ടിക്കൊന്നു, ഇവിടെ വെട്ടിക്കൊന്നു, വീട്ടുകാരായിട്ട് കണ്ടോണ്ടിരിക്കാൻ പോലും പറ്റാത്ത ന്യൂസുകളാണ് വരുന്നത്. നമ്മുടെ ജെൻസി കിഡ്സ് എല്ലാം തലതെറിഞ്ഞു പോയി. ഇനി അങ്ങനത്തെ അവസ്ഥയിൽ ഇവർക്കൊന്നുമില്ല. നല്ല സന്തോഷം. ചെറിയത് എന്റെ ചെറിയ കേക്കൊക്കെ കഴിക്കുമ്പോ വരെ അവർക്ക് സന്തോഷമാണ്. അത് മറ്റേ ഇത് 1 lakh ഫോളോവേഴ്സ് അതിന്റെ കേക്ക്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഫേസ്ബുക്കാണ് സത്യം പറഞ്ഞ ഇവർ എത്ര റീച്ച് ആക്കിയത്. ഫേസ്ബുക്കിൽ നിന്നാണ്, പിന്നീടാണ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയതെന്ന് തോന്നണം. ഞാൻ ആദ്യം ഫേസ്ബുക്കിലാണ് കണ്ടത്. അപ്പം അങ്ങനെയും പിള്ളേരുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പറയാൻ അവരുടെ യുണീക്നെസ് ആണ്. അതായത് ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്റർടൈൻമെന്റ് പോലെ നമ്മൾ അവരെ പോലെ ചെയ്യണമെന്ന് അവരെ ലോകം എന്താണ് അത് തന്നെയാണ് ഇതും. അത് തന്നെയാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ എന്താണ് യുണീക്നെസ് എല്ലാവരുടെ ഉള്ളിലെ എല്ലാവരുടെ കാര്യങ്ങളിലും എല്ലാവരുടെ ആർട്ടിലും ഒരു യുണീക്നെസ് എപ്പോഴും വേണം. അതാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. പിന്നെ ഇവന്മാർക്ക് വേറൊരു പ്രശ്നം വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഉണ്ട് സപ്പോർട്ടിന്. ഇപ്പം ഈ റീച്ചായി നിന്നപ്പോഴത്തേക്കുവേ, ഞാൻ ഇതിന് മുമ്പ് കണ്ടെന്ന് പറഞ്ഞില്ല, അന്ന് ഇവരാരും ഇല്ല, ഫുള്ള് നെഗറ്റീവ് കമന്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് കുറെ പേര് അറിഞ്ഞ് ഇപ്പൊ ന്യൂസുകാർ വന്നു, വേറെ യൂട്യൂബ് ചാനലുകാർ വന്നു, അങ്ങനെയൊക്കെ ആയി. പക്ഷെ ഇത് ഇപ്പോഴത്തെ ട്രെൻഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇവര് പോകും. അങ്ങനെ പോകുമ്പോ ഇവർക്ക് വിഷമം വരുമെന്ന് ഒരു വിഷമമുണ്ട് നമുക്ക്.
അല്ലേ ആലോചിച്ച് നോക്കിയാണ്. കാരണം ഇവർക്ക് വേറെ ഒന്നും അറിയത്തില്ലടാ ഇങ്ങനെ. ഇതൊക്കെ തന്നെ ഇതൊക്കെയാണ് അവരിപ്പം വിജയ് ഇങ്ങനെ റീച്ച് ഉണ്ട് അല്ല ഇങ്ങനെ ആയിരിക്കും, പക്ഷെ എപ്പോഴും ഇതുപോലെ നിക്കത്തില്ല. അത് വരൂല എന്നാലും. പക്ഷെ ഫോളോവേഴ്സ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ കുറെ പേരെങ്കിലും ഇടുമ്പോ വീഡിയോസ് ഒക്കെ കാണുമല്ലോ. അപ്പൊ ചിലപ്പം ഇപ്പൊ കിട്ടണ ഒരു ആക്റ്റീവ്നെസ് പിന്നെ കിട്ടണമെന്നില്ല. പക്ഷെ അപ്പൊ ഈ പിള്ളേര് വിഷമിക്കാൻ പാടില്ല. ഒരുപാട് പാവം പിള്ളേരാണ്. അത് തന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവർക്കും ചെറിയ ചെറിയ ഇതൊക്കെ. ട്രെയിനിൽ കയറിയിട്ടില്ല, മന്തി പോലും കഴിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെന്തൊക്കെ ചെയ്തിട്ടില്ലെന്ന് പറയാനായിട്ട്. തിയേറ്ററിൽ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചു, ഇന്നത്തെ കാലത്തൊക്കെ തിയേറ്ററിൽ പോലെ ഒരു പടം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പണ്ടത്തെ കാലമാണെങ്കിൽ നമുക്ക് പറയാതെ, പക്ഷെ ഇപ്പൊ അങ്ങനത്തെ അല്ല. അതാണ് നമുക്ക് നമ്മളെ ചുറ്റോടുള്ളവരെ മാത്രമേ അറിയാവുള്ളൂ. ചിലപ്പോ കണ്ടിട്ടുള്ളവരെ കാട്ടി കൂടുതൽ കണ്ടിട്ടില്ലാത്തവന്മാരുണ്ടായിരിക്കും, പിള്ളേർ കാണും. സിനിമ പോലും കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ഇടണം. എന്തിനു പറയണ നീ? അല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. സിനിമ ഒരു തിയേറ്ററിൽ അങ്ങനെ കാണാത്ത ആൾക്കാർ കാണുമല്ലോ. അപ്പൊ എന്തായാലും എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. അപ്പൊ നമ്മളൊക്കെ കുറച്ച് റീച്ച് ആവുകയാണെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ സിനിമ ടിക്കറ്റുകളൊക്കെ നമ്മൾ സ്പോൺസർ ചെയ്യും. അതിന്റെ ഇടയിൽ കൂടെ നമ്മളും റീച്ച് ആവും. നമുക്ക് കനാലിലുള്ള അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും കൂടെ ഉണ്ടാവണം, നമ്മളെ എവരുടെയും കൂടെ കാണണം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ട്രെൻഡിങ് ആയതുകൊണ്ടാണ് നമ്മൾ എടുത്ത് പറഞ്ഞത്. നമ്മൾ നേരത്തെ ഇവരെ പറ്റിയ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. കാര്യം നേരത്തെ ഇവർ വന്നതാണ്, ഇവർ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും വൈകിപ്പോയി, എന്നാലും സാരമില്ല. കനാലിൽ വെള്ളം വന്നു. ഇപ്പൊ എന്തായാലും സന്തോഷം. അപ്പൊ ഇതുപോലത്തെ പുതിയ അപ്ഡേറ്റുകളായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അൻഡിൽ ദെൻ ടൈം കട്ട്.